ശ്രീ ഡോക്ടർ മാത്യു കുഴൽനാടൻ 11 മിനിറ്റ്. സർ, ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒരു പുതിയ ദിശാബോധം കേരളത്തിന് കൊടുക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും പുതിയുഗ കേരളം എന്ന കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റ്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഞാൻ നേരത്തെ ഒരിക്കൽ ഈ സഭയിൽ പറഞ്ഞ ഒരു വാചകം ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബാരക് ഒബാമ ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞ ഒരു സെൻറ്റൻസാണ്, എ ബഡ്ജറ്റ് ഈസ് മോർ ദാൻ ജസ്റ്റ് എ സീരീസ് ഓഫ് നമ്പേഴ്സ് ഓൺ എ പേജ്, ഇറ്റ് ഈസ് ആൻ എംബോഡിമെൻറ്റ് ഓഫ് വാല്യൂസ്. ഞാനേറെ ആകാംക്ഷയോടെ നോക്കിക്കണ്ടിരുന്നത് ബഹുമാനായ മുഖ്യമന്ത്രി, ഫിനാൻസ് മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കന്നി ബഡ്ജറ്റാണ്, ആദ്യത്തെ ബഡ്ജറ്റാണ്. ആദ്യത്തെ ബഡ്ജറ്റിൽ ആരും എടുക്കില്ലാത്ത ഒരു റിസ്ക് അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം, നിലവിൽ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റിലെ പ്ലാൻ സൈസ് വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അതിനെ ഭയങ്കര നെഗറ്റീവ് ക്രിറ്റിസിസം വരാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അദ്ദേഹം ചെയ്ത പോലെ അത്രയും പ്ലാൻ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. 5000 കോടി രൂപയുടെ പ്ലാൻ വെട്ടിക്കുറച്ചുകൊണ്ടാണ് അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ബട്ട് ദാറ്റ് ഷോസ് സം സോർട്ട് ഓഫ് ഇൻറ്റഗ്രിറ്റി. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളിവിടെ പറഞ്ഞതാണ്, അദ്ദേഹം മുൻ ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴൊക്കെ അത് കഴിഞ്ഞിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, തെരഞ്ഞെടുപ്പ് തോറ്റ് പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടിക്കാരെയൊക്കെ അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഖജനാവിൽ 4000 കോടി ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് നിങ്ങൾ പറയുകയാണ്. 6000 പല കണക്കുകളാണ് വന്നത്. ഒരു പത്രത്തിൽ 4000 വന്നു, പിന്നീട് 6000 കോടി എന്ന് വന്നു. നിങ്ങൾ ജനങ്ങളോട് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണ് സാർ ഉള്ളത്? എന്ത് ആത്മാർത്ഥത! ജനങ്ങളെല്ലാം വിഡ്ഢികളാണെന്ന് നിങ്ങൾ കരുതാണ്. 6000 കോടി ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നതെന്ന് ആധികാരികമായി ഈ നിങ്ങളുടെ LDF നയിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കേരളത്തിലെ ജനങ്ങളോട് പറയാം. വാട്ട് ഈസ് ദ റിയൽ പിക്ചർ? യഥാർത്ഥ പിക്ചർ എന്തായിരുന്നു? യഥാർത്ഥ പിക്ചർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് 5 കോടി 7 ലക്ഷം രൂപയുടെ കടം വരുത്തി വെച്ചിട്ടാണ് 5,07 crores 5,07 ടോട്ടൽ ഡെപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. നമ്പർ 1. നമ്പർ 2, lakh crores, 5,07 crores. അത് കഴിഞ്ഞിട്ട് ദ ഇമ്മീഡിയറ്റ് ലയബിലിറ്റീസ് എന്ന് വെച്ചാൽ ഏറ്റവും അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ടത് 87,012 കോടി രൂപ. DA അരിയേഴ്സ് 21,670, DR അരിയേഴ്സ് അതായത് പെൻഷൻകാർക്കുള്ള 14,387, ബാങ്കിനും മറ്റ് കോൺട്രാക്ടേഴ്സിനും ബില്ല് ഡിസ്കൗണ്ട് ചെയ്തതിൻ്റെ പേര് 3,431, ഡെഫേർഡ് ഒബ്ലിഗേഷൻസ് 9,245, കിഫ്ബിയുടെ റീപേയ്മെൻറ്റ് 21,000 കോടിയും പെൻഷൻ ബോർഡിൻ്റെ 17,000 കോടി അടക്കം ദ ഇമ്മീഡിയറ്റ് ലയബിലിറ്റീസ് ഈസ് അറ്റ് 87,012 crores. എന്നിട്ട് ഒരു മടിയുമില്ലാതെ കേരളത്തിലെ ജനങ്ങളോട് പറയാണ് ഖജനാവിൽ 6000 കോടി ഞങ്ങൾ ബാക്കി വെച്ചേക്കാണ്. ഇതായിരുന്നു നിങ്ങളുടെ ഈ കാലപത്രമുള്ള സമീപനം. ഇനിയിപ്പോൾ UDF ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഈ ഒരു റിയാലിറ്റി ജനങ്ങളോട് പറയാതിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് വേണം ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥിതി പരിശോധിച്ചാൽ അങ്ങനെ വന്നപ്പോഴാണ് മുൻ ധനകാര്യമന്ത്രി 35,750 കോടി രൂപയുടെ ബഡ്ജറ്റ് പ്രൊജക്ഷൻ ഇതിനു മുമ്പ് വെച്ചത്. ഞാൻ നേരത്തെ വായിച്ചതില്ലേ, ഒരു ധനകാര്യമന്ത്രി എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ കണക്കപ്പിള്ളയെ പോലെയാണ്. കണക്കപ്പിള്ള കള്ളം പറയാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ എവിടെ എത്തത്തില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അദ്ദേഹം കഴിഞ്ഞ തവണ ആ ബഡ്ജറ്റിൽ പ്രൊജക്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും സഹായം കിട്ടാൻ പോകുന്നത് 20,000 crore 20,000 കോടിയോളം രൂപ കിട്ടുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. എങ്ങനെയാണെന്നറിയാം? അതായത് GST കോമ്പൻസേഷൻ 5 വർഷത്തേക്ക് ഉണ്ടായിരുന്നു. ഇത് ലളിതമായി ഞങ്ങളുടെ മുഖ്യമന്ത്രി മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാനാണെങ്കിൽ, ഇപ്പോൾ ഒരു കടക്കാരൻ കട നടത്തിക്കൊണ്ടിരിക്കുക, അതിൻ്റെ മുമ്പിൽ കൊണ്ടൊരു വെയിറ്റിംഗ് ഷെഡ് വെച്ചപ്പോൾ അവൻ്റെ കടയിലെ കച്ചവടം അഫക്റ്റഡായി. അപ്പോൾ അവനോട് പറഞ്ഞു, നിൻ്റെ കച്ചവടം റെഡിയായി വരുന്നവരെ നീ നിൻ്റെ കടയൊക്കെ മാറ്റി പണിത് റെഡിയാക്കി കച്ചവടം നടക്കാൻ പാടില്ല, പക്ഷേ വരുന്ന 5 വർഷത്തേക്ക് നിനക്ക് 10,000 രൂപ ഓരോ വർഷവും 50,000 രൂപ നിനക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കടക്കാരൻ്റെ വരുമാനം എല്ലാ വർഷവും 10,000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. 5 വർഷവും 10,000 മേടിച്ച് 10,000 കൂടുതൽ, സത്യം പറഞ്ഞാൽ 50,000 കൂടുതൽ കിട്ടി എന്നുള്ളതാണ് സത്യം. അതവിടെ നിൽക്കട്ടെ.
ഈ 50,000 കിട്ടിക്കഴിഞ്ഞിട്ട് 6ാമത്തെ കൊല്ലം ആ കടക്കാരൻ പറയാണ്, അപ്പോൾ എൻ്റെ വരുമാനത്തിൽ 10,000 കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് കൂട്ടി പറഞ്ഞ പോലെയാണ് അദ്ദേഹം സെൻട്രൽ കോമ്പൻസേഷൻ ഈ GST കോമ്പൻസേഷൻ അതേപടി അടുത്ത വർഷവും കിട്ടുമെന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്തു. ബേസിക്സ് ആണ്. ഐ ഡോണ്ട് നോ എന്തിനാണ് ഈ ബേസിക്സ് ഒക്കെ മാറ്റി പറഞ്ഞ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നത്. അങ്ങനെ കിട്ടാത്ത പൈസയെക്കുറിച്ച് പറഞ്ഞ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് ഒരു 35,000-ൻ്റെ പ്ലാൻ അവതരിപ്പിച്ചു. നമുക്ക് എവിടെ എത്തിക്കാൻ പറ്റില്ല. കഴിഞ്ഞ 5 വർഷത്തെ നിങ്ങളുടെ ബഡ്ജറ്റ് പ്രൊജക്ഷൻസ് എല്ലാം റിവൈസ്ഡും ആക്ച്വൽസും പുസ്തകത്തിൽ വരില്ലേ? അന്നേരം ഇതുപോലൊരു ചർച്ചയില്ലെന്നേ ഉള്ളൂ. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് മാത്രമേ ചർച്ചയുള്ളൂ. നിങ്ങൾ ഈ ബഡ്ജറ്റിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ആക്ച്വലി അച്ചീവ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയണം. അന്നേരമാണ് നമുക്കിത് മനസ്സിലാവുക. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ റെസിപ്റ്റ്സിൻ്റെ മൊത്തം നമ്മുടെ വരുമാനത്തിൻ്റെ 72% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ്. ആ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ് നമ്മൾ ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറഞ്ഞ് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവാക്കുന്ന പണം എന്ന് പറയുന്നത് നമ്മുടെ മൊത്ത വരുമാനത്തിൻ്റെ, അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ GSDPയുടെ കേവലം 1.2% ആണ്. 1.2%, 1.2%. ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴെ നിൽക്കുന്ന അവസ്ഥയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി ആവറേജ് ദാറ്റ്സ് അബൌട്ട് 3%. 3% മുകളിൽ ശരാശരി സംസ്ഥാനങ്ങളെല്ലാം നിൽക്കുമ്പോൾ നമ്മൾ 1.2. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇനി ഇവിടെ നിന്ന് വേണം നമുക്ക് ഒന്നൊന്നുണ്ടാക്കാൻ. കേരളത്തിൻ്റെ ഇനിയിപ്പോൾ ടാക്സിൻ്റെ നിങ്ങളുടെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നോക്കുക? ടാക്സിൻ്റെ മാനേജ്മെൻറ്റ് പരിശോധിച്ചാൽ അറിയാം, നാഷണൽ ആവറേജിനേക്കാളും താഴെയാണ്. GSDPയുടെ എമൗണ്ടിൻ്റെ ഒരു 6.4% മാത്രമാണ് ടാക്സ് ആയിട്ട് വരുന്നത്. 6.4% ആണ് ടാക്സ് കളക്ഷൻ പറ്റുന്നുള്ളൂ. ഛത്തീസ്ഗഡിലും തെലുങ്കാനയിലും ഒക്കെ അത് 8%. ഒരു സംസ്ഥാനത്ത് പോയി എടുത്തു പറഞ്ഞല്ല. അപ്പോൾ വി ആർ ഫാർ ബിലോ. അതെന്തുകൊണ്ടാണ്? അത് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രോബ്ലമാണ്. കിട്ടാനുള്ള പൈസ പിരിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും അതുപോലുള്ള മിസ്മാനേജ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടാക്സ് കളക്ഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ. സർ, ഞാൻ അങ്ങേ അപ്രീഷിയേറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം, ഈ പ്രയാസങ്ങൾക്കിടയിലെല്ലാം ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യ ക്യാബിനറ്റിൽ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ തീരുമാനിച്ച സ്ത്രീകൾ ഇന്ന് ഈ സംസ്ഥാനത്തെ സൗജന്യ KSRTCയിൽ യാത്ര ചെയ്യുകയാണ്. വെറും വാക്ക് പറഞ്ഞല്ല, അതിൻ്റെ തൊട്ടു പിന്നാലെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ ചെലവ്, ചികിത്സാ ചെലവിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രിലിമിനറി സ്റ്റെപ്സ്. ഇവരാരും ഭരണത്തിലിരിക്കാത്തവരല്ലല്ലോ. അദ്ദേഹം 10 കോടി ഇയർമാർക്ക് ചെയ്തത് അത് 25 ലക്ഷത്തിൻ്റെ കേരളത്തിൽ മുഴുവൻ ആളുകൾക്ക് നടപ്പാക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞോ? നോ, ദാറ്റ് ഇസ് ജസ്റ്റ് എ സ്റ്റാർട്ട്, ഇനീഷ്യേഷൻ. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പിന്നെ എനിക്ക് ഏറ്റവും പ്രതീക്ഷ തോന്നിയൊരു കാര്യം, അംഗൻവാടി ടീച്ചർമാരുടെ, ആശാ വർക്കർമാരുടെ, പാചക തൊഴിലാളികളുടെ, ഏറ്റവും അടിസ്ഥാന വർഗ്ഗങ്ങളെന്ന് പറയുന്ന സർക്കാരിൻ്റെ ഏറ്റവും താഴെ തട്ടി നിൽക്കുന്നവരുടെ എല്ലാവരുടെയും ശമ്പളത്തിൽ വർധന വരുത്തുകയും ആ കൂട്ടത്തിൽ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, സത്യത്തിൽ നമ്മുടെ അത് കട്ടിങ് അക്രോസ് ദ പാർട്ടി ലൈൻസ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും വളരെ കമ്മിറ്റഡായി താഴെത്തട്ടിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലൊരു കാര്യം. കാരണം അവർ അത്രയും ഇന്നത്തെ കാലത്ത് പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത് അവരേറ്റവും താഴെത്തട്ടിൽ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ട് നിന്നൊരു സർക്കാരിൻ്റെ ചാലാശക്തിയായി പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ അങ്ങയോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, എന്ത് പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും ഈ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മുടക്കിയ ക്യാൻസർ രോഗികളുടെ 1000 രൂപ കൊടുത്തിരുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാൾ വന്ന് ആദ്യമായി ഞാൻ ജയിച്ച 2ാമത് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രിയോട് പറയണമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞയച്ചാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിയമസഭയിൽ അത് പറയും. ഈ ക്യാൻസർ രോഗികൾക്ക് കൊടുത്തിരുന്ന 1000 രൂപയുടെ ധനസഹായം, അതിന് ഒരുപാട് കുടിശ്ശി അവർക്കും കൊടുക്കാണ്ട് കഴിയുമെങ്കിൽ അത് കൊടുക്കുന്നത് പരിഗണിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാം. പിന്നെ 2ാമത് വലിയൊരു പ്രതീക്ഷ നൽകുന്നൊരു പ്രസ്താവന അവസാനം ഉണ്ടായത്, ഈ സംസ്ഥാനത്ത് ജില്ലകളെയും താലൂക്കുകളെയും ഒക്കെ പുതിയതായി കൊണ്ടുവരാൻ ശ്രമിക്കും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മൂവാറ്റുപുഴയെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. കാരണം ആദ്യകാലം മുതൽ അടുത്തൊരു ജില്ല ഇനി കേരളത്തിലുണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴ ജില്ലയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു പൊതു ആയിട്ടുള്ളൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. കരുണാകരൻ്റെ കാലത്ത് അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്താൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഇനി കുറച്ചൊരു രാഷ്ട്രീയം പറയാതെ ഇരിക്കാൻ കഴിയില്ല. ഇത്രയൊക്കെ പറഞ്ഞാലേക്ക് അത് പറയാതിരിക്കാൻ കഴിയും. എനിക്ക് ഓർത്തു പോകുന്നത്, കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഞാൻ അവിടെ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ഞാനിവിടെ ഉന്നയിച്ച ചില കാര്യങ്ങളോട് ഇവിടെ നിന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, പലരും അന്നുള്ളവർക്കറിയാം. അദ്ദേഹം പറയുന്നത്, എന്നെ ചൂണ്ടിയിട്ട് പറയുന്നത് പച്ച കള്ളമാണെന്ന് പറഞ്ഞു. ഓർമ്മയില്ലേ? ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അവസരം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസംബന്ധം പറഞ്ഞിട്ട് വീണ്ടും അസംബന്ധങ്ങൾ ആവർത്തിക്കാനാണോ എന്ന് ചോദിച്ചു. പക്ഷെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ആരാണ് പച്ചക്കള്ളം പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല.
ആരാണ് അസംബന്ധം പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ലേ? കൈകൾ ശുദ്ധമാണെന്ന് 14 വട്ടം നിയമസഭയെ നോക്കി പറഞ്ഞ ആളുകൾ, ഞാൻ പറഞ്ഞതാണ് തെറ്റ്, മടിയിൽ കനമില്ല, പച്ചക്കള്ളമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞവർ, ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് സാർ. സ്വാഭാവികമാണ്. പിന്നെ ഞാനൊരു കാര്യം, അത് പറയാതെ പോകാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അത് ദാറ്റ്സ് ഓവർ, ലീവ് ഇറ്റ്. ഇനി കഴിഞ്ഞ നാളുകളിൽ ഈ സർക്കാർ വന്നതിന് ശേഷം 2 ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ 2 വിമർശനങ്ങളാണ് കട്ടിയായി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതെന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അതിനൊന്ന് ലീഡ് ചെയ്തത് ബഹുമാനായ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ്. ഞാൻ പറഞ്ഞത് വളരെ ലളിതമായി പറയുകയാണ്. PMC പദ്ധതി UDFൻ്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് വരികയാണ്, അതിനെതിരെ സമരം ചെയ്യുമെന്ന് പറയാം. ഞാൻ നിങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾക്ക് ഈ വിഷയം പറയാൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? കാരണം നമുക്കറിയാം, RSSൻ്റെ പ്രഖ്യാപിതമായ അജണ്ടയാണ് ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ക്യാച്ച് ദം യങ് എന്ന് പറഞ്ഞ മാതിരി മനസ്സുറയ്ക്കുന്നതിന് മുമ്പ്, മസ്തിഷ്കം ഉറയ്ക്കുന്നതിന് മുമ്പ് കുട്ടികളിലേക്ക് മതചിന്ത കടത്തിവിട്ട് അവരെ നമുക്ക് ഒരു കാലത്തും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ രാജ്യത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്ന RSSൻ്റെ പെറ്റ് പ്രോജക്റ്റ് ആയിരുന്നു സർ PMC എന്ന് പറയുന്നത്. നിങ്ങളിരുന്ന ക്യാബിനറ്റിൽ വന്നപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകർ തന്നെ നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചതല്ലേ, ഇത് ചെയ്യരുത്, ഇതരുത്, ഇത് അപകടമാണ്, ഇത് അബദ്ധമാണ്, അല്ലെങ്കിൽ ഇത് ഈ സംസ്ഥാനത്തിൻ്റെ മതേതര സ്വഭാവം തകർക്കുമെന്ന് പറഞ്ഞു. 1 വട്ടം മാറ്റിവെച്ചു, 2 വട്ടം മാറ്റിവെച്ചു, 3ാമത്തെ വട്ടം മാറ്റിവെച്ചു. കേക്ക്, വെയിറ്റ്, റിലാക്സ്, ഐ വിൽ ഈൽഡ് ചെയ്യാൻ കുഴപ്പമില്ല. എന്നിട്ട് ചെവി അറിയാതെ ഇരുട്ടിൻ്റെ മറവിൽ RSSൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി PMC കേരളത്തിൽ നടപ്പിലാക്കാൻ ഒപ്പിട്ട അതേ അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളെ ചൂണ്ടി പറയുകയാണ് PMC നടപ്പിലാക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോൾ PMCയിലെ 4 വിരലും നിങ്ങളുടെ നേരെ നിൽക്കുകയാണ്. നിങ്ങൾ ഓർത്തോളണം. ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ച്, അല്ലെങ്കിൽ CPMനെ കുറിച്ച്, പ്ലീസ് റിലാക്സ്. ഇപ്പം സമയമായില്ലോ, ഇപ്പം തുടങ്ങിയല്ലേ ഉള്ളൂ, നിൽക്കുക, സമയം തരാണ്. നിങ്ങൾക്കും പറയാനുള്ള അവസരമുണ്ടല്ലോ, നിങ്ങൾക്കും പറയാനുള്ള. ഈ കേരളത്തിലേക്ക് ആദ്യമായി RSS അജണ്ട കൊണ്ടുവന്ന ആരാണ് സർ? ആദ്യമായി കൊണ്ടുവന്ന ആരാണ്? ഇരുട്ടത്ത് പോയി PMC ഒപ്പിട്ട കോൺഗ്രസ്. ഇരുട്ടത്ത് പോയി ആരും അറിയാതെ, ഇവിടെ ഇരിക്കുന്ന കൂടെ ഇരിക്കുന്ന മന്ത്രിമാരറിയാതെ, മന്ത്രിസഭ അറിയാതെ ആരാണ്? ഇന്ന് നിങ്ങളൊക്കെ PMCയുടെ ഞാൻ പറയാം, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ശാന്തമായി ചോദിച്ചാൽ മതി, ഞാൻ മറുപടി പറയാം. ഞാൻ പറയുന്നത്, എന്നിട്ട് മുന്നണിക്കകത്ത് തന്നെ തർക്കം ഉണ്ടായി, ഇതൊക്കെ നിഷേധിക്കാൻ പറ്റുമോ? എന്നിട്ട് PMC പദ്ധതിയെക്കുറിച്ച് ഇപ്പം ഞങ്ങളെ വിമർശിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇത്രയും കാലം ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മതേതര പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഇതിൻ്റെ അപകടം അറിയില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് ഇതിൻ്റെ ആഴം അറിയില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് PMC എന്ന പദ്ധതി കൊണ്ട് ഈ നാടിനുണ്ടാകാൻ പോകുന്ന തകർച്ച അറിയില്ലാഞ്ഞിട്ടാണോ? എന്നിട്ട് ഞാൻ ഒരു സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ടല്ലോ, നിങ്ങൾക്ക് അന്നേരം പറയാൻ എന്തിനാണ് ബഹളം കൂട്ടുന്നത്? ഇത് പണ്ടിങ്ങനെയായിരുന്നു സാർ. ഇവരോട് ബഹളം വെച്ച് പ്രസംഗം ഇല്ലാതാക്കുന്ന, കഴിഞ്ഞ വട്ടം ഒരുപാട് വട്ടം എൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തി പ്രസംഗം പൂർത്തീകരിച്ചില്ല. അത് മാത്രമല്ല, ഇവിടെ എന്താണ് മൈക്ക് ഓഫ് ചെയ്യില്ലായിരിക്കും, അങ്ങായതുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്യില്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പണ്ട് ഇതുപോലെ ബഹളം വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തെ, അതുകൊണ്ട് കേരളത്തിൻ്റെ പൊതുബോധത്തിനെതിരെ ഇരുട്ടിൻ്റെ മറവിൽ രാഷ്ട്രീയം കൊണ്ടുവന്നത് പിണറായി വിജയനും LDF ആണെന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. എന്നിട്ട് അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ നിൽക്കുന്നു. രണ്ടാമതൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ബഹുമാന്യനായ പഴയ നമ്മുടെ എക്സൈസ് മന്ത്രിയുടെ ഒരു ഭയങ്കര ആരോപണം അദ്ദേഹം കൊണ്ടുവന്ന് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് ഇങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരാനുള്ള അതിന് ടാക്സ് അവസാനിപ്പിക്കുക. ഈ സെഷനിൽ ഒരു മേഡൻ സ്പീച്ചാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും. അപ്പോൾ അദ്ദേഹം പറയാണ് അതിൻ്റെ അകത്ത് അഴിമതി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുറച്ച് പേര് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ആരാ? അദ്ദേഹം തന്നെ ഇതേ സീറ്റിലിരുന്ന് കൊണ്ടുവന്ന നിയമനിർമ്മാണമായിരുന്നു. അന്നത്തെ എക്സൈസ് മന്ത്രി കൊണ്ടുവന്ന നിയമമാണ്. അപ്പം എനിക്ക് തോന്നിയത്
ആ സമയത്ത് നെഗോസിയേഷൻസ് വെയർ ഓൺ. ആ നെഗോസിയേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാതെ. അതുകൊണ്ടായിരിക്കുമല്ലോ പെട്ടെന്ന് അദ്ദേഹത്തിന് ഇതിൽ അഴിമതി ഉണ്ടെന്ന് തോന്നാൻ കാരണം. അതല്ലെങ്കിൽ ഒരു കാര്യം വരുമ്പോൾ തന്നെ ഇദ്ദേഹം പെട്ടെന്ന് എങ്ങനെ അങ്ങനെ പറയാം? എനിക്ക് മനസ്സിലായില്ല. ആരും ഒന്നും അഴിമതി ഉണ്ടെന്ന് നിങ്ങൾക്കറിയായിരിക്കും. കാരണം എന്നാ, ദർ മേ ബി ഓഫർ ബിഫോർ യു മേ ബി നെഗോഷിയേറ്റിംഗ്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം. അതല്ലാതെ വീര്യം കുറഞ്ഞ മദ്യത്തെ സംബന്ധിച്ച് ഇവിടെ നിന്നുള്ള ഒരു പരാമർശം വന്നപ്പോൾ തന്നെ അദ്ദേഹം ചാടി എഴുന്നേറ്റ് പറയണമെന്നുണ്ടെങ്കിൽ നിയമം കൊണ്ടുവന്നവർ നിങ്ങളാണ്. വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാക്കി അതിനുള്ള അവസരം ഉണ്ടാക്കിയത് ഇതാണ്. അതിന് പാലക്കാട് എലപ്പുള്ളിയിൽ ഡിസ്റ്റിലറിക്കുള്ള സൗകര്യം കൊടുത്ത ആള്. അപ്പൊ രണ്ട് ആരോപണങ്ങൾ നിങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ പറഞ്ഞു. ഒന്ന് PMCയെ സംബന്ധിച്ച്, ഒന്ന് മദ്യത്തെ സംബന്ധിച്ച്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് വിജയം UDF ലഭിച്ചത് RSSന്റെ അജണ്ടയെ തടുക്കാൻ, ചെറുക്കാൻ കോൺഗ്രസിന് കരുത്തുള്ളൊരു നേതൃത്വമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് UDF ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളെ കൈവിട്ടത് ആരൊക്കെയാണെന്ന് നോക്കണം. ഒരുപക്ഷെ മതേതര വിശ്വാസികളായിട്ടുള്ള ഇടതുപക്ഷക്കാരടക്കം നിങ്ങളെ കൈവിട്ടു. കാരണം എന്താ? നിങ്ങളുടെ അജണ്ട ഇതാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെല്ലാം അവധാനതയോട് കൈകാര്യം ചെയ്യും. ഇത് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കരുത്. കാരണം സംസ്ഥാനത്തിന്റെ അവസ്ഥ ഈ ഗതിയിൽ എത്തിച്ചിട്ടാണ് നിങ്ങളുടെ നേതാക്കന്മാർ ഇറങ്ങിയിരിക്കുന്നത് മനസ്സിലാക്കുക. ബാക്കി കാര്യങ്ങൾ പിന്നാലെ ചർച്ച ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട്. എനിവേ, താങ്ക് യു ഫോർ ലിസണിങ്.